വർഷങ്ങൾക്ക് 100 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിറങ്ങിയ ഒരു തേയിലത്തോട്ടാണ് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇതിൻ്റെ. ഇത് മുഴുവൻ തേയിലത്തോട്ടങ്ങളായിരുന്നു.
വർഷങ്ങൾക്ക് മുമ്പ് 100 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബംഗ്ലാവാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഡൈലി വല്ല ആദ്യം കുളിക്കുന്നുണ്ടല്ലോ. ഇത്രയും വെളിച്ചുണ്ടായിട്ട് ഞാൻ ഈ ചുറ്റുഭാഗത്തൂടെ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞ് മനസ്സിലാക്കി തരാം. വീഡിയോ ഒപ്പിടിക്കാണ്. ഏകദേശം 100 വർഷം പഴക്കുണ്ട് ഏകദേശം ഈ ബിൽഡിങ്ങിന് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ചെവിത്താനും മാറും. പഴയകാല പ്രൗഢിയോടൊപ്പം ബെഡ്റൂം ഉണ്ടാവും. തോക്കനിധി ഇവിടെ നിധി കുഴിച്ചിട്ടുണ്ടായിരുന്നു. സാധനം കിട്ടിയിട്ടില്ല. ഒന്നോ ഭൂമിയുടെ അടിയിലാണ്. 2 പോലെ താഴ്ചതാണ് കുഴിച്ചിട്ട്. ഇതൊക്കെ അതാണ് നിധി ഉണ്ടാക്കിയതാണ്. നിധി പറഞ്ഞു. ഇത് നിധി ആളുകൾ കുഴിച്ചെടുത്തതാണ്. ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ ചെയ്ത പണിയാണിത്. ഇതുപോലെ കുട്ടിയാവുള്ളത്. പ്രത്യേകതരം സിമെന്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ഇത് വെട്ടുകല്ലല്ല, ഇത് ബോളറാണ്. കരിങ്കല്ല് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ മരം ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. മരം തേക്ക് മരമാണ്. ഇത് നിലമ്പൂര് തേക്ക് മരം മോഷ്ടിച്ചാണ് ഇവിടെ. ഇത് ചതൽപുറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് തേച്ചിട്ട് ഇഷ്ടിക പോലെ ചതൽപുറ്റിന്റെ മണ്ണാണ് ഇതിന് ഉപയോഗിച്ചെന്ന് പറഞ്ഞു വരുന്നത്. ആരാ പറഞ്ഞ എനിക്ക് ഇത് നടുമുറ്റ എന്ത് സംഭവം? ഇതൊക്കെ ഇവിടൊക്കെ മാന്തിയിട്ടുണ്ട് അല്ലേ? ഇവിടൊക്കെ നീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 5 കിലോമീറ്ററോളം മലമുകളിലേക്ക് നടന്നു വരണം. എന്നിട്ട് ഇവിടെ ഒന്ന് താളിയോലകളിലെ ഇത് ബാത്റൂമാണെന്നാണ് സങ്കല്പം. തേപ്പൊക്കെ ഉണ്ടാ പൊളിച്ചതാണ്ടത്, തേച്ചതൊക്കെ ഇത് പൊളിഞ്ഞു പോണോ? ഇവിടെ എന്തൊക്കെയാ ഇതാണ് പൊളിച്ചതാണ്. മോനെ 100 വർഷം പഴക്കമുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഈ മരത്തിൻ്റെ ഒക്കെ പവർ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. 100 വർഷം പഴക്കമുള്ള മരം. 100 വർഷം എന്ന് പറഞ്ഞാൽ ഒരു നിഗമനം മാത്രമാണ്. ഇതിന് അതിനേക്കാളും മുന്നേ ഉണ്ടാവും സംഭവം. അത് ഇവിടുന്ന് ഫോട്ടോ എടുത്താണ് നോക്ക മൊത്തത്തിൽ ഒപ്പിയെടുക്കില്ലേ? ഇതെന്താ സ്പോഞ്ചോ സിമെന്റോ? ഇതൊക്കെ ബാധിക്കുക. ഇവിടെയൊക്കെ എത്ര വർഷം മുന്നിൽ ഏതാണ് കരിങ്കല്ല്? മറ്റേ മാർബിളിന്റെ മാതിരിയുള്ള കല്ലാണോ?
ഇതൊക്കെ നിധി ഉണ്ടോ നോക്കിയതാണ് പക്ഷെ സാധനം ഇവിടെ കുട്ടികളുണ്ടാവിടാ